ഹലോ ഡിയേഴ്സ്, ഇന്നൊരു പാൽക്കപ്പയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായി ഞാനിവിടെ കപ്പ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കാന്താരിയും ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഈ കാന്താരി തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പച്ചമുളക് ചേർത്താലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ചേർത്തുവെന്നേ ഉള്ളൂ. പിന്നെ കപ്പയുടെ കൂടെ നമുക്ക് കാന്താരി കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ. കാരണം കപ്പ ആദ്യം ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇപ്പം ഇതൊരു വെള്ളം കൂടുതൽ ഉള്ള പോലെ തോന്നും. പക്ഷേ കപ്പയൊക്കെ നന്നായി ഉടഞ്ഞു വരുമ്പോൾ നല്ല കറക്റ്റ് പരിവായി വരും കേട്ടോ. ഇത് നല്ല കറക്റ്റ് പരിവായതിനു ശേഷം മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം. അതിനായി പാത്രം വെച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളിയും നൈസായിട്ട് കട്ട് ചെയ്തതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി നല്ല ബ്രൗൺ കളറായതിനു ശേഷം നമുക്കിത് കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുവരെ നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ വിടതേ നന്നായി വഴറ്റി നല്ല മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ കപ്പയിലോട്ട് ചേർത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല എരിവുള്ള മീൻ കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നല്ല എരിവുള്ള മീൻ കറിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്